അകന്നുകൊണ്ടേയിരിക്കും എന്ന് പറയാറുണ്ട്. കാണാനുള്ളത് കാണാൻ വൈകുന്നിടത്തോളം കാലം കാഴ്ചകൾക്ക് മങ്ങൽ അനുഭവപ്പെടും എന്ന് പറയാറുണ്ട്. എല്ലാം പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയം നാം അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കണം. കാണേണ്ടത് കാണുവാനും കേൾക്കേണ്ടത് അതിൻ്റെതായ സമയത്ത് കേൾക്കുവാനും അനുഭവിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കണം. RMHSS പെരിഞ്ഞനം, അവിടെ മെറിറ്റ് ഡേയും കലോത്സവവും നടക്കുകയാണ്. ഏറെ ഇഷ്ടപ്പെട്ട, ഏറെ സ്വാധീനിച്ച ഒരു കാര്യം ഇതായിരുന്നു. മെറിറ്റ് ഡേയോടനുബന്ധിച്ച് മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ അത് വാങ്ങാനായിട്ട് കുട്ടികളെ മാത്രമല്ല ക്ഷണിച്ചത്, ഓരോ കുട്ടിയുടെയും മാതാപിതാക്കളോടൊപ്പം കുട്ടി വന്ന് വാങ്ങണം എന്ന് വിദ്യാലയം തീരുമാനിച്ചു. സുന്ദരമായ കാഴ്ചയായിരുന്നു. മാതാപിതാക്കളോടൊപ്പം കുട്ടികൾ വന്ന് സന്തോഷത്തോടെ വാങ്ങുമ്പോൾ ആ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ മുഖത്ത് വിരിയുന്ന ആത്മാഭിമാനത്തിന്റെ, ആത്മസംതൃപ്തിയുടെ ഒരു ഭാവം കാണുവാൻ സാധിച്ചു. മക്കളുടെ നേട്ടങ്ങളൊക്കെ മാതാപിതാക്കളുടെ കൂടി നേട്ടങ്ങളാണ്. ഓരോ നേട്ടങ്ങൾക്ക് പിന്നിലും ഉറ്റവരുടെ സഹനമുണ്ട് എന്ന് പറയാറുണ്ട്. സഹനത്തിൽ മാത്രം ചേർന്ന് നിൽക്കാതെ നേട്ടങ്ങളിലും ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് വേണ്ടി ഉരുകിയവരെ, നമുക്ക് വേണ്ടി വെയിൽ കൊണ്ടവരെ, നമുക്ക് വേണ്ടി ചിലതൊക്കെ മാറ്റിവെച്ചവരെ. നേട്ടങ്ങൾ ഒരുപാട് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്നലകളെ കുറിച്ച് ഓർക്കുവാനും വന്ന വഴികളിൽ കൈപിടിച്ച് നടത്തിയവരെ ഓർക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ, നേട്ടങ്ങളുടെ, വിജയങ്ങളുടെ നിമിഷങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. 2023 നവംബറിലാണ് ഞങ്ങളുടെ നാടിന്റെ പ്രിയ കലാകാരി ആൻഡ്രിസ്റ്റ കുസാറ്റ് ദുരന്തത്തിൽ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത്. ആശാനായ റോയ് ജോർജ് കുട്ടിയും ഭാര്യയും അന്നു മുതൽ ഇന്നുവരെ ഒരു ദിവസം പോലും മുടങ്ങാതെ മകളുടെ കുഴിമാടത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നലെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ കുഴിമാടത്തിൽ വന്ന് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അവളോട് കുറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും, അവളോട് വീട്ടിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറയും, വർത്തമാനം പറഞ്ഞിരിക്കും. അവൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. എല്ലാ വിശേഷവും അവൾ തുറന്നു പറയുമായിരുന്നു, കുറെ നേരം സംസാരിച്ചിരിക്കുമായിരുന്നു. അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് അവൾ കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നൽ എല്ലാ ദിവസവും ഉണ്ട്. ചില നഷ്ടങ്ങളൊക്കെ അതിജീവിക്കുവാൻ ഇങ്ങനെയും സാധിക്കും. ചില തുടക്കങ്ങളിലൂടെ, ചിലതിൻ്റെയൊക്കെ പുനഃസൃഷ്ടിക്കലിലൂടെ അതും സാധിക്കും. നഷ്ടങ്ങളെ ഉൾക്കൊള്ളേണ്ടതാണ്. പക്ഷേ ചില നഷ്ടങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ലല്ലോ. ചിലതൊക്കെ ഓർമ്മകളായി കൂടെയുണ്ട്. അവർ നൽകിയ അനുഭവങ്ങളിലൂടെ അവർ ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ നൽകുവാൻ നമുക്കും സാധിക്കട്ടെ. നഷ്ടങ്ങളെ അംഗീകരിച്ച് ചില നഷ്ടങ്ങളെ ഓർമ്മകളിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ. മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്ദ്രൻസ് ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗ് ഇപ്രകാരമാണ്: നാം ഒരു മുറിക്കകത്തായിരിക്കുമ്പോൾ ആ മുറി അകത്തുനിന്ന് നാം കുറ്റിയിടുകയാണെങ്കിൽ, നാം ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഒന്നും തന്നെ ഉണ്ടാകില്ല. പക്ഷെ ആ മുറി പുറത്തുനിന്ന് മറ്റൊരാൾ പൂട്ടിയിടുകയാണെങ്കിൽ നാം പരിഭ്രാന്തരാകും, നാം അസ്വസ്ഥരാകും. ആ ചിന്ത നയിക്കേണ്ട ചോദ്യം ഇതുതന്നെയാണ്: നമ്മുടെ ഹൃദയത്തിന്റെ താക്കോൽ നമ്മുടെ കൈവശമാണോ? നമ്മുടെ വ്യക്തിത്വത്തിന്റെ താക്കോൽ നമ്മുടെ കൈവശമാണോ? അതോ നമ്മുടെ ഹൃദയം പുറത്തുനിന്ന് ഒരാൾ പൂട്ടിയിരിക്കുകയാണോ? നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതൊക്കെ മറ്റുള്ളവരാണോ? ആ ഒരു ചിന്ത നമ്മെ നയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ ഉണ്ടാകണം, നമ്മുടെ നിലപാടുകൾ ഉണ്ടാകണം, നമുക്ക് നമ്മുടേതായ ഒരു പ്ലാനിംഗ് ഉണ്ടാകണം. അത് മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ടാകുമ്പോൾ കൂടുതൽ സുഖകരമാകും. ജീവിതത്തിൽ നമുക്ക് നമ്മുടെ താക്കോൽ നമ്മുടെ കൈവശം തന്നെ വയ്ക്കാം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാനാണ് നമ്മിൽ പലരും ശ്രമിക്കുന്നത്. എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുവാനാണ് നാം പലരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ശ്രമത്തിനിടയിൽ നഷ്ടപ്പെടുന്നത് നമ്മെ തന്നെയാണ്. നമ്മുടെ യഥാർത്ഥ രൂപത്തെ, നമ്മുടെ യഥാർത്ഥ ഭാവത്തെ. മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുകയല്ല വേണ്ടത്. നേരിന്റെ, നന്മയുടെ പാതയിലൂടെ നമ്മുടെ
വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി കൂടി ജീവിക്കുവാൻ നാം തയ്യാറാകുന്നിടത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വെളിച്ചത്തിന്റെ പാത നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങൾ കൂടി ജീവിക്കണം. ഇടയ്ക്കെങ്കിലും സ്വരമുയർത്താനിടത്ത് സ്വരമുയർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ നിലപാടുകൾ എല്ലാം വ്യക്തമാക്കുവാൻ നാം തയ്യാറാകണം. നമുക്ക് നമ്മെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരി കാണേണ്ടതില്ല. നമുക്ക് നാമായി മാറാം. ഒപ്പം നാം കടന്നുപോകുന്ന ഇടങ്ങളിൽ പുഞ്ചിരി ഇരിക്കാം. കാരണം നമ്മിൽ പുഞ്ചിരി വിടർന്നാലേ മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരി കാണുവാനും അത് ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കും സന്തോഷിക്കാം, നമുക്കും പുഞ്ചിരിക്കാം. ഒപ്പം നാം പോകുന്ന വഴികളിൽ പുഞ്ചിരി നിറയ്ക്കാം. ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് വിസ്മയങ്ങളുണ്ടെന്നേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ചില കണ്ടുമുട്ടലുകളാകാം, ചില അനുഭവങ്ങളാകാം, ചില മത്സരങ്ങളാകാം, ചില യൂട്ടേണുകളാകാം, എന്തുമായിക്കൊള്ളട്ടെ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചില വിസ്മയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മിലുള്ള കഴിവുകൾ വരെയാകാം അത്. നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളെ കണ്ടെത്തി അവയെ വളർത്തുവാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും. അതെ, നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ജീവിതം തന്നെ അത്ഭുതമാണ് എന്നാണ് പറയാറുള്ളത്. ഓരോ ദിവസവും അതിലേക്കുള്ള സാധ്യതകളും, നമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ ദിനങ്ങളും ഓരോ സാധ്യതകളാണ്. ആ ഒരു തിരിച്ചറിവോടെ ഓരോ ദിനത്തെയും സമീപിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഹെലൻ എന്ന മലയാള ചലച്ചിത്രത്തിൽ നായിക കഥാപാത്രം കോൾഡ് സ്റ്റോറേജ് ഫ്രീസറിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ആരാരും ശ്രദ്ധിക്കപ്പെടാതെ മരണത്തോട് മല്ലടിക്കുന്ന സമയം സെക്യൂരിറ്റി ജീവനക്കാരൻ നായികയുടെ പിതാവിനോട് പറയുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം ആ കുട്ടി ഇവിടെ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്ന്. സിനിമയുടെ അവസാന ഭാഗത്ത് അച്ഛൻ സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി എന്റെ മകൾ ഇവിടം വിട്ടു പോയിട്ടില്ല എന്നുള്ളത്? അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ വരുമ്പോഴും പോകുമ്പോഴും എന്നെ നോക്കി ആ കുട്ടി പുഞ്ചിരിക്കാറുണ്ട്, ഒരു സലാം കൂടി പറയാറുണ്ട്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നവർക്ക് ലഭിക്കുന്ന ആ പുഞ്ചിരി ഒരു വലിയ സമ്മാനമാണ് എന്ന്. അതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരാലും കരുതലിന്റെ അനുഭവം ലഭിക്കാതെ, വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ കരുതലോ സ്നേഹമോ ഒന്നും ലഭിക്കാതെ ഒരുപാട് പേർ നമ്മുടെ ചുറ്റിനുമുണ്ട്, നമ്മുടെ ഉറ്റവരിൽ പോലും. അവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി നൽകുവാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ. ഈ ദിനം പുഞ്ചിരിയാൽ സമൃദ്ധമാകട്ടെ, സമ്പന്നമാകട്ടെ, സൗന്ദര്യമുള്ളതാകട്ടെ. നമുക്ക് നമ്മുടെ മുഖത്ത് സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, കരുതലിന്റെ പുഞ്ചിരിയെങ്കിലും ചേർത്ത് വയ്ക്കാം. നല്ല ഒരു ദിനമാണ്. പുഞ്ചിരി നിറഞ്ഞ ദിനമാകട്ടെ ഈ ദിനം. നേരുന്നു ശുഭദിനം.